ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ പോണത് കാവിലാണ്. ഫുഡ് അടിക്കാൻ പോവാണ്. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ ഇന്ന് പുനഃപ്രതിഷ്ഠ വാർഷികമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല സദ്യയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മളിവിടെ എത്തി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആക്ച്വലി. പിന്നെ ടൂ വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാത്തത് അത് ഇലക്ട്രിക്ക് വണ്ടിയാണ്. അതിനങ്ങനെ ഹെൽമെറ്റ് നിർബന്ധമൊന്നും ഇല്ല. അതുകൊണ്ടാണ് പിന്നെ അടുത്തും കൂടെ, അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാതെ വന്നത്. അപ്പോൾ നമ്മൾ കാവിൽ വന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നേരെ ഫുഡ് അടിക്കാൻ വന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അപ്പി വിളമ്പിയിട്ടുണ്ടായിരുന്നു. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാവിഷായിട്ട് ഫുഡ് കിട്ടി. ഫുഡിന് എനിക്കൊന്ന് ചോറിനെക്കാട്ടി കൂടുതലും കറിയായിരുന്നു ലാവിഷായിട്ടുണ്ടായിരുന്നത്. ഇത് രേവതിയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് വരുമ്പോഴാണല്ലോ എല്ലാവരെയും കാണുന്നത്. നമ്മൾ കാര്യമായിട്ട് ഫുഡൊക്കെ ഒരു കണക്കിന് കഴിച്ച്, ചോറ് കഴിച്ച് തീർന്നില്ല, കാരണം ചോറ് അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു. പിന്നെ അതിൽ നല്ല പായസമൊക്കെ ഒഴിച്ച് വയറ് നിറച്ചങ്ങ് കഴിച്ചു. പഴം ഉണ്ടായിരുന്നു, പപ്പടം ഇല്ലായിരുന്നു. അങ്ങനെ പപ്പടം ഇല്ലാതെ പഴവും പായസമൊക്കെ ആയിട്ട് നമ്മൾ ആസ്വദിച്ച് കാവിൽ നിന്ന് ഫുഡ് കഴിച്ചു. ലേറ്റായിട്ട് വന്നുകൊണ്ടുള്ള പണിഷ്മെൻ്റ് ആയിട്ടാണ് അപ്പം നമുക്ക് പ്ലേറ്റ് നിറച്ച് ചോറും കറിയും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ചോറ് കളയുന്നത് അപ്പിക്ക് പണ്ടേ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളത് മൊത്തം ഇരുന്ന് കഴിക്കണം എന്നുള്ള ഇതിൽ ഞങ്ങൾ താമസിച്ച് വന്നതിനൊരു പണിഷ്മെൻ്റ് ആയിട്ടാണ് അപ്പം അത് ചെയ്തത്. പിന്നെ പപ്പടം ഇല്ലാതെ പഴമൊക്കെ ആയിട്ട് നമ്മൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതേ നേരെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം എല്ലാവരുമായിട്ട് കത്തിയും വെച്ചിരുന്നു. ഇവരെയൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോഴാണല്ലോ നമ്മളെല്ലാവരും ഒന്നിച്ചിങ്ങനെ വന്ന് ഫ്രീ ആയിട്ട് കുറേ നേരം ഇരിക്കുന്നത്. പിന്നെ അതേ ഇവൻ വന്നിട്ട് നമുക്ക് അവൻ്റെ പൈസയുണ്ട്, എല്ലാവർക്കും എന്ത് വേണമെന്ന് ലിസ്റ്റൊക്കെ എടുത്തിട്ട് ആൾ തന്നെ കടയിൽ പോയി നമുക്ക് എല്ലാവർക്കും നമ്മൾ പറഞ്ഞ സാധനം തന്നെ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതെ, ഇതാണ് നമുക്ക് വെള്ളം വാങ്ങിച്ചിരുന്ന ആൾ, അതിലെന്നാണ് പേര്. അങ്ങനെ അവൻ നമുക്ക് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു വിട്ട സാധനം തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ ഞങ്ങളതെല്ലാം അവിടെ ഇരുന്ന് അങ്ങ് കുടിച്ച്. പിന്നെ നമ്മൾ കാവിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസ് നമ്മളെ പിക്ക് ചെയ്ത് ജ്യൂസിനിപ്പോൾ എവിടെയോ പോകണമായിരുന്നു. അങ്ങനെ പിന്നെ ചായ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് നേരെ ഒരു ഡ്രൈവ് പോയി. അങ്ങനെ ആദ്യം നമുക്കൊന്ന് CDM പോകണമായിരുന്നു. അങ്ങനെ CDM പോയി ക്യാഷൊക്കെ ഇട്ട് പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് താഫിലാണ് വന്നത്. അങ്ങനെ നമ്മൾ 3 ചായയും പറഞ്ഞു, ഞാനൊരു ഉന്നക്കായയും പറഞ്ഞു, അവളുടെ സാൻഡ്വിച്ചും പറഞ്ഞു, ജ്യൂസും ഒരു കട്ട്ലറ്റും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ചോറുമായി, വൈകുന്നേരത്തെ ചായ കൂടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബായ്.